ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോയ്. പച്ചക്കറിയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഫ്ലവർ വൈസാണ്. അതല്ലെങ്കിൽ ഒരു പ്ലാന്റ് വൈസ്. ഫ്ലവറോ പ്ലാന്റോ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിനകത്ത് വയ്ക്കാം. വളരെ സിമ്പിളായിട്ട്, വളരെ ഈസി ആയിട്ട്, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു വിദ്യയാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഒരു പീസ് പ്ലൈവുഡോ, ഒരു പീസ് മരോ, ഒരു പലകയുടെ ഒരു കഷ്ണോ, പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു കണ്ടെയ്നർ, ഒരു ബോട്ടിൽ, അതല്ലെങ്കിൽ ഒരു ചെറിയ ഡബ്ബ, ഇത്രയും സാധനങ്ങൾ ഉണ്ടായാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്കിങ്ങനെ ഒരു മനോഹരമായ ഒരു ഫ്ലവർ വൈസ് നമുക്കുണ്ടാക്കാം. അത് ചുമരിൽ തൂക്കിയിടുന്ന വിധത്തിലുള്ളതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് ടേബിൾ ടോപ്പായിട്ട് വയ്ക്കുന്നതല്ല, ചുമര് അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന ഈ ഫ്ലവർ വൈസ് എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് ഈ വേസ് ഉണ്ടാക്കാൻ വേണ്ട ഈ ക്രാഫ്റ്റ്, മനോഹരമായ ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്താണെന്ന് ഞാൻ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്താം. ആദ്യം തന്നെ നമുക്കൊരു ബോട്ടിൽ, ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ, നമ്മുടെ ഷാമ്പു, ലൈസോള്, പൗഡർ ഒക്കെ വരുന്ന ഏതെങ്കിലും ഒരു ചെറിയൊരു ഡബ്ബ, അത് കഴിഞ്ഞ് ഒരു പീസ് തുണി, ഈ ഡബ്ബ മുറിക്കാനൊരു കത്തി, ഈ ബോട്ടിൽ നമുക്ക് ഇതുമ്മ വെച്ച് ഒട്ടിക്കണം. അതിനുവേണ്ടി നമുക്കൊരു പലകയുടെ ഒരു കഷ്ണം, അല്ലെങ്കിൽ ഒരു പ്ലൈവുഡിൻ്റെ ഒരു പീസ്, ഇതൊരു പ്ലൈവുഡിൻ്റെ പീസാണ്, ഒരു 10 ഇഞ്ച് 8 ഇഞ്ച് സൈസുള്ള ഒരു പീസ്. നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ നമുക്ക് ഇതുമ്മ വെച്ചൊന്ന് ഒട്ടിക്കണം. അതിനുവേണ്ടി ഒരു ഗ്ലൂ സ്റ്റിക്ക്, ഗ്ലൂ ഗണ്ണുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. ഒരു ഗ്ലൂ സ്റ്റിക്ക്, അത് ഉരുക്കിയെടുക്കാനായിട്ട് ഒരു ലൈറ്റർ, ഒരു മെഴുകുതിരി, വെള്ളം, ഒരല്പം സിമൻറ്റ് മിക്സ് ചെയ്യാനുള്ള ഒരു ചെറിയ കരണ്ടി. അത് കഴിഞ്ഞ് നമുക്ക് ചെറിയൊരു ഡിസൈനിങ് ആയ്മ വരും. ഒരു വുഡൻ ഡിസൈനിങ് ഇടാൻ വേണ്ടിയിട്ടാണ് ഒരു ചീപ്പ്, ഒരു ബ്രഷ്, ഇത് രണ്ടും. അത് കഴിഞ്ഞ് നമുക്ക് സെറ്റായി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമുക്ക് കളർ ചെയ്തെടുക്കണം. ഭംഗിയായിട്ട് കളർ ചെയ്തെടുക്കാൻ കുറച്ച് അക്രിലിക് കളേഴ്സ് ട്യൂബ്. നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ബോട്ടിൽ നമുക്കൊരു നീളത്തിൽ നമുക്ക് മുറിച്ചെടുക്കണം. നമുക്ക് ഇതിൻ്റെ എൻഡ് നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഇതുപോലെ നമ്മൾ മുറിച്ചെടുത്തിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ പലകയിൽ നമുക്കിത് വെച്ച് ഒട്ടിക്കണം. ഇങ്ങനെ ഇതിൻ്റെ സെൻറ്ററിൽ നമുക്കിത് വെച്ചിട്ട് ഒട്ടിക്കണം. ഒട്ടിച്ചെടുക്കാൻ ഞാൻ ആദ്യം ഈ ഗ്ലൂ സ്റ്റിക്കിൻ്റെ കാര്യം പറഞ്ഞു. ഈ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ടാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. നമുക്ക് ഗ്ലൂ ഗണ്ണ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാം. അതല്ലെങ്കിൽ ഈ ഗ്ലൂവിൻ്റെ സ്റ്റിക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, ആ സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗമ്മ്, അടർന്നു പോരാത്ത വിധത്തിൽ ഉള്ള ഏതെങ്കിലും ഗമ്മ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് ഇത് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് സ്ട്രോങ് ആയിട്ട് ഇതിൽ ഉറച്ചു കഴിഞ്ഞു. നമ്മൾ കുറച്ച് സിമൻറ്റ് നമ്മൾ കലക്കി ഒരു ഗ്രൗട്ട് പോലെ എടുത്തിട്ട് സിമൻറ്റിൻ്റെ ഗ്രൗട്ട് നല്ലപോലെ തിക്കായിട്ട് ഇതുപോലെ കുറുക്കിയെടുക്കുക. കുറുക്കിയെടുത്തതിന് ശേഷം നമ്മുടെ തുണി ഒന്ന് വെള്ളം നനയ്ക്കുക. തുണി ഒന്ന് വെള്ളം നനച്ചതിന് ശേഷം നമ്മൾ ഈ ഗ്രൗട്ടിനകത്ത് മുക്കിയെടുക്കുക. കയ്യുമൊരു ഗ്ലൗസ് ഇടുന്നത് നല്ലതായിരിക്കും. സിമൻ്റാണ്, അലർജിയോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്.
ഇങ്ങനെ ഗ്രൗട്ടിൽ നമ്മൾ മുക്കിയെടുത്ത ആ തുണി ഈ തുണി കൊണ്ട് നമ്മുടെ ബോട്ടിൽ കവർ ചെയ്തു. നമ്മൾ തുണി നമ്മൾ മുക്കി സിമെൻറ്റിൽ ഗ്രൗട്ടിൽ മുക്കിയെടുത്ത് നമ്മൾ ആ ഡബ്ബയുടെ ആ കണ്ടെയ്നറിൻ്റെ മുകളിൽ കൂടെ നമ്മൾ കവർ ചെയ്തിട്ടു. ഇനി അങ്ങനെ കവർ ചെയ്ത് ഇട്ടാൽ ഒരു ചെറിയൊരു പീസ് കൊണ്ട് മാത്രം ചിലപ്പോൾ ഒരു പക്ഷേ കുഴപ്പമില്ലാതെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ചിലപ്പോൾ ചില പ്ലൈവുഡിലോ ചില മരത്തിലോ ഈ സിമെൻറ്റ് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ പിടിക്കില്ല. അങ്ങനെയുള്ളൊരു കേസുണ്ട്. ചിലപ്പോൾ അടർന്നു പോരുക അങ്ങനെയൊക്കെ. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഈ തുണി മുക്കി നമ്മൾ ആ പ്ലൈവുഡും ആ കണ്ടെയ്നറും ഫുള്ളായിട്ട് എവിടെയും ഗ്യാപ്പില്ലാത്ത വിധത്തിൽ ഫുള്ളായിട്ട് കവർ ചെയ്യുക. തുണി സിമെൻറ്റിൽ മുക്കിയിട്ട് അത് ഫുള്ളായിട്ട് പ്ലൈവുഡിലോ വുഡിലോ കവർ ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ഇതുപോലെ ഗ്രൗട്ട് അപ്ലൈ ചെയ്ത് ഒരു ലെയറോ 2 ലെയറോ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഡിസൈൻ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഈ വുഡൻ പീസിനകത്ത് നമ്മൾ ഈ ഡബ്ബ വെച്ച് ഒട്ടിച്ചു, ഈ ബോട്ടിൽ വെച്ച് ഒട്ടിച്ചു. അതിനുശേഷം നമ്മൾ സിമെൻറ്റ് ഗ്രൗട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ കവർ ചെയ്തു. നന്നായിട്ട് ഒരു ലെയർ നന്നായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞു. അതൊന്ന് വലിയുന്നതോടുകൂടി നമുക്ക് ഇനി അതൊന്ന് ഒരു വുഡൻ ഡിസൈൻ നമ്മൾ ഇതുമേ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു വുഡൻ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ ചീപ്പ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ നമ്മളെ ഡിസൈനിങ് പൂർത്തിയായി. നമുക്കിത് ഇനി ഉണങ്ങുമ്പോൾ ഇത് നല്ലപോലെ സെറ്റ് ആകുമ്പോഴത്തേക്ക് ഒരു ദിവസത്തെ സെറ്റിംഗ് കൊണ്ട് ഇതിന് നാളെ ഇത് വീണ്ടും എടുത്തിട്ട് നമ്മളിതിൽ കളർ ചെയ്തെടുക്കും. ഒരു ദിവസം അതിൻ്റെ സെറ്റിങ്ങിന് വേണ്ടി വരും. അതുകൊണ്ട് ഇനി ഇത് നമ്മൾ കളറിങ്ങാണ് അടുത്ത പരിപാടി. ഓക്കെ, നമ്മളുണ്ടാക്കിയ ഈ ഫ്ലവർ വേസ് ഇപ്പോൾ ഉണങ്ങി കഴിഞ്ഞു. നമുക്കിനി പെയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. പെയിൻറ്റ് ചെയ്യാൻ ഞാൻ ഈ പാലറ്റിൽ ഒരു 3-4 കളർ എടുത്തിട്ടുണ്ട്. റെഡ്, ബ്ലാക്ക്, വൈറ്റ്, ഒരു യെല്ലോ കളർ. ബ്രൗൺ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ടൊരു ബ്രൗൺ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇത്രയും കളേഴ്സ് എടുത്തത്. പെയിൻറ്റ് ചെയ്യുന്നതിനേക്കാളും മുൻപ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഉണക്കിയെടുത്ത സെറ്റാക്കിയെടുത്ത ആ ഒരു പീസ് നമ്മൾ ഒരു സാൻഡ് പേപ്പർ വെച്ച് നമ്മൾ റബ്ബ് ചെയ്യണം. ഒന്ന് ഉരಸಿ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ പിസറുകളൊക്കെ പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കളറുണ്ടാക്കി ഒരു ബ്രൗൺ കളർ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു കോട്ട് ഫുള്ളായിട്ട് അടിക്കുക. നമ്മുടെ ഫ്ലവർ വേസ് ഒരു കോട്ട് കളർ അടിച്ചു കഴിഞ്ഞു. ഞാനൊരു മഹാഗണി കളറാണ് ഉണ്ടാക്കി അടിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു കോട്ട് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഗ്രെയിൻസ് തെളിഞ്ഞ് കിട്ടാൻ വേണ്ടി കുറച്ചും കൂടി ലൈറ്റ് കളർ എടുത്തിട്ട് നമ്മളൊരു ചെറിയൊരു ടച്ചപ്പ് ചെയ്യാണ്.
ഇപ്പോൾ നമ്മുടെ ഫ്ലവർ വേസ് പൂർത്തിയായി. ഞാൻ സെക്കൻഡ് കോട്ട് കളറിട്ടു. സെക്കൻഡ് കോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഗ്രെയിൻസ് തെളിയിച്ചെടുക്കാൻ വേണ്ടി ഒരു ലൈറ്റ് കളറാണ് നമ്മൾ കൊടുത്തു. അതിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. ഭംഗിയായിട്ടുള്ളൊരു മഹാഗണിയോ അല്ലെങ്കിൽ ഒരു വീട്ടിലെയോ കളറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇത് ഇനി നമുക്ക് ചെടിയോ പൂക്കളോ എന്തെങ്കിലും ഇതിനകത്ത് വെച്ചിട്ട് നമ്മുടെ ചുമരിൽ കൊളുത്തിയിടാം. അതിനായി നമുക്കിതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കാം. ഞാനിതിനകത്ത് വയ്ക്കാനായിട്ട് 2-3 പീസ് മണി പ്ലാന്റാണ് എടുത്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. മനോഹരമായിട്ടുള്ള ഒരു ഫ്ലവർ വേസ് അല്ലെങ്കിൽ ഒരു പ്ലാന്റ് വേസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ് ഇതിൻ്റെ. നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വിശേഷവുമായി ഞങ്ങൾ അടുത്ത അധ്യായത്തിൽ. ബൈ.